Hello everyone, welcome to Gpod CUT. It's me, your Nafi. എല്ലാവർക്കും മക്കളെ Gpod CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ CUT എക്സാം അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? CUT കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് CUT കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് കിട്ടാൻ പോകുന്നില്ല? CUT കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ CUT കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. വൺസ് അഗൈൻ വെൽക്കം ടു Gpod CUT. ഇറ്റ്സ് മീ നാഫി. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നോട്ട് റെഫറിംഗ് ദ NCERT ടെക്സ്റ്റ് ബുക്കിലെ നമുക്കറിയാം CUTയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? NCERT ടെക്സ്റ്റ് ബുക്കാണ്. ആ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പലപ്പോഴും പ്രോപ്പറായിട്ട് റെഫർ ചെയ്യുന്നില്ല. ചില കുട്ടികളൊക്കെ പറയും ഇത് ഏത് ക്വസ്റ്റ്യൻ ആണിത്, ഇത് എവിടുന്നാണ് ചോദിച്ചത്? ടെക്സ്റ്റ് ബുക്കിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും CUTക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അഥവാ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഏത് സബ്ജക്റ്റ് CUT എഴുതുന്ന ആളാണെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യുക എന്നുള്ളത് എന്താ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് പ്രോപ്പറായിട്ട് റെഫർ ചെയ്യാത്തത് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നോക്കാത്ത എന്താണ് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്. അത് നിങ്ങൾ എന്തായാലും ഒഴിവാക്കണം. രണ്ടാമത്തത്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു കാര്യം നേടാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് CUT ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, CUT നേടാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വേണ്ട എന്താ? ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ എന്താ അവസ്ഥ? നിങ്ങൾ വിചാരിക്കുക എന്നെ കൊണ്ട് CUT നേടാൻ പറ്റില്ല, എന്നെ കൊണ്ട് CUT നേടാൻ സാധിക്കില്ല, എനിക്ക് CUT പറ്റില്ല എന്ന നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾ CUT ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ CUT ക്രാക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മേക്ക് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം. ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്താ? ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, എനിക്ക് CUT ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് CUT ക്രാക്ക് ചെയ്തുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പലർക്കും ഒരു ഐഡിയ ഇല്ല. പലരും വിചാരിക്കുന്നത് ഒരുപാട് ആളുകൾ CUT അപ്ലൈ ചെയ്യുന്ന സമയമായിട്ടും പലരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പല ആളുകളും ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് CUTയെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ CUT എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ്, നിങ്ങൾ CUT എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ പോകും. നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എവിടെയാണ്? ഇന്ത്യയിലെ ടോപ്പ് ലെവൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ പഠിച്ചിറങ്ങിയാൽ നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് ലെവൽ കൂടും, നിങ്ങളുടെ സ്കില്ല് വർദ്ധിക്കും, നിങ്ങൾക്കുള്ള കണ്ടന്റ് നോളജ് കൂടും, നിങ്ങളുടെ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരുപാട് ആളുകളുമായി പരിചയപ്പെടാൻ സാധിക്കും, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? CUTയുടെ ബെനിഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾ CUT എഴുതിയിട്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകും, നല്ല കണ്ടന്റ് നോളജ് ഉണ്ടാകും, പുതിയ പുതിയ സ്കില്ലുകൾ നേടാൻ പറ്റും, ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കും, ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, പ്ലേസ്മെന്റ് ലെവൽ കൂടുതലാണ്, വൻകിട കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും പലരും അറിയുന്ന പോലില്ല, ബോധേടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? CUT എഴുതിയാൽ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാനൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തയ്യാറാക്കുന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എഴുതാൻ തീരുമാനിക്കുക. അങ്ങനെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എജുപോഡിൻ്റെ ബാച്ച് ഉണ്ട്, CUT ബാച്ച്. നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ ഫ്രീ ക്ലാസ് ഉണ്ടോന്ന്. ഇല്ല മക്കളെ, എജുപോഡ് യൂട്യൂബിൽ CUT റിലേറ്റഡ് ആയിട്ട് ഒരു ഫ്രീ ക്ലാസ്സും കൊടുക്കുന്നില്ല. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോട്ടുകളുണ്ട്, മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എജുപോഡിൻ്റെ CUT ബാച്ചിലാണ്. എജുപോഡിൻ്റെ CUT ബാച്ചിൽ ജോയിൻ ചെയ്താൽ എവരിത്തിങ് വിൽ ബി ഓക്കെ. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്തോ, നമ്മുടെ ടീം നിങ്ങൾ വിളിക്കും, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരും. നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സിന് മാത്രം പ്രതീക്ഷ നിൽക്കരുത്. യൂട്യൂബിൽ എജുപോഡ് CUT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സും തരാൻ പോകുന്നില്ല. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളത് എജുപോഡിൻ്റെ ബാച്ചിലാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ CUT ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വർഷവും CUT ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. സോ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് CUT ബെനിഫിറ്റ്സിനെ കുറിച്ച് കറക്റ്റ് അറിയാം, CUT എഴുതി കഴിഞ്ഞാൽ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് പഠിക്കുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അവിടെ എജുപോഡ് ഉണ്ട്. ഈ ഒരു 10 സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് മാറ്റി വെക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ. എല്ലാവരും മക്കളെ ഈ താഴെ കാണുന്ന ഫോം ഒന്ന് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്തേ, ഫോം ഒന്ന് ഫില്ല് ചെയ്തേ, ഫോം ഒന്ന് ഫില്ല് ചെയ്തേ. ഫോം ഒന്ന് ഫില്ല് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം ഫില്ല് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഫില്ല് ചെയ്യുക ആൻഡ് എവരിത്തിങ് വിൽ ബി ഓക്കെ. സോ മക്കളെ, ഫോം ഒന്ന് ഫില്ല് ചെയ്തോ, കാര്യങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് CUT ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.